എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മ പഥത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 40ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ കാണാം. ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്ന നാരദ മഹർഷിയുടെ കഥയാണ്. അദ്ദേഹം ഭാരതത്തിൽ മുഴുവൻ തീർത്ഥാടനത്തിനായിട്ട് വന്നു. അങ്ങനെ തീർത്ഥാടനത്തിനിടയിൽ വൃന്ദാവനത്തിൽ വെച്ച് അദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പം അതിനു മുമ്പ് വൃന്ദാവനത്തിലേക്ക് വെച്ചിട്ട് കണ്ടുമുട്ടിയ ഈ കഥ നാരദ മഹർഷി സനകാദികൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നും പറയുണ്ടായി. അങ്ങനെ സനകാദികളും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ഇവിടെ കഥ പറഞ്ഞു വരികയാണ്. അപ്പം അതിൽ വൃന്ദാവനത്തിൽ വെച്ച് കണ്ട അത്ഭുതകരമായ കാഴ്ച, ആ കാഴ്ചയിൽ ഒരു പെൺകുട്ടി, യുവതിയായ ഒരു പെൺകുട്ടിയും വൃദ്ധരായ 2 ആളുകളും അത് ആ 2 പേരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇരിക്കണം. അവരുടെ ചുറ്റുപാടുമായിട്ട് അനേകം സ്ത്രീകളും, യുവതികളും സുന്ദരികളുമായ അനേക സ്ത്രീകളും ചുറ്റുപാടുമായിട്ട് നിൽക്കുന്നതുമായ രംഗമാണ് അദ്ദേഹം കണ്ടത്. അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ് ഈ നാരദ മഹർഷി സനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമുക്ക് 41ാമത്തെ ശ്ലോകം മുതൽക്ക് കാണാം. ദൃഷ്ട്വാ ദൂരാത് ഗതസോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോദ്ധിതാ ബാല വിഹ്വലാച്ച അബ്രവീദ്വച. പദങ്ങൾ ഓരോന്നായിട്ട് കാണാം. ദൃഷ്ട്വാ ദൂരാത് ഗതഃ സഹ അഹം, സോഹം നമ്മൾ മുമ്പ് പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. സഹ അഹം കൗതുകേന തത് അന്തികം മാം ദൃഷ്ട്വാ ച ഉദ്ധിത ബാല വിഹ്വല ച അബ്രവീദ് വചഃ. അബ്രവീദ് വച എന്ന് കാണാം. അത് ച അബ്രവീദ് വചഃ എന്നാണ് പിരിക്കേണ്ടത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം, ദൂരാദ്ഗത സോഹം, ഞാൻ വളരെ ദൂരത്തുകൂടെ പോകുന്ന സമയത്ത്, ദൃഷ്ട്വ അഹം, ഞാൻ ഇത് കണ്ടിട്ട്, കൗതുകേന തദന്തികം, ആ കാഴ്ച കണ്ടിട്ട് അതിനടുത്തേക്ക് ഞാൻ പോയി നോക്കി. അപ്പോൾ കുറച്ച് ദൂരത്തു കൂടി പോകുന്ന നാരദ മഹർഷി ഈ ആൾക്കൂട്ടവും അവിടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നതുപോലെ അടുത്തേക്ക് പോയിട്ട് നോക്കി. അവിടെ നോക്കിയപ്പോൾ മാം ദൃഷ്ട്വാച്ച, എന്നെ കണ്ടപ്പോഴാകട്ടെ, ബാല, ആ പെൺകുട്ടി, ഈ 2 വൃദ്ധന്മാരുടെ നടുക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആ പെൺകുട്ടി, ഉദ്ധിത, വേഗത്തിൽ എഴുന്നേറ്റു, വിഹ്വലാച്ച, വളരെ വിഹ്വലതയോട് കൂടിയിട്ട്, വളരെ പരിഭ്രമത്തോട് കൂടിയിട്ട്, അബ്രവീദ് വച, ഇങ്ങനെ വാക്കുകൾ പറഞ്ഞു. ഇനി ആ ബാലയുടെ, ആ പെൺകുട്ടിയുടെ വാക്കുകളാണ്. ബാലോ വാച ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താമപി നാശയ ദർശനം തവ ലോകസ്യ സർവധാഘഹരം പരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർ ഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൗരി ഭവതോ ദർശനം തഥാ. ബാല പറഞ്ഞു, ആ പെൺകുട്ടി, ബാല എന്ന് പറഞ്ഞ പെൺകുട്ടി, ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മത് ചിന്താം അപി നാശയ ദർശനം തവ ലോകസ്യ സർവധാ അഖഹരം പരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തി ഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തദ. ഓരോന്നായിട്ട് പറയാം. ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ, ഹേ സാധോ, ഹേ മഹാത്മാവേ, ക്ഷണം തിഷ്ഠ, ഒരു നിമിഷം നിൽക്കണേ. ചിന്താം അപി നാശയ, എൻ്റെ ഈ ദുഃഖത്തെ, എൻ്റെ ഈ ചിന്തകളെ ഇല്ലാതെയാക്കി തരണേ. ദർശനം തവ ലോകസ്യ, അങ്ങയെപ്പോലത്തെ ഒരാളെ ദർശിക്കുന്നത് ലോകത്തിലെ, ലോകസ്യ എന്ന് വെച്ചാൽ ലോകത്തിലെ സാധാരണ ജനങ്ങൾക്ക്, സർവധാ അഖഹരം പരം, എല്ലാ അർത്ഥത്തിലും എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങ് കുറച്ചു സമയം ഇവിടെ നിൽക്കണേ, എൻ്റെ പാപങ്ങളെ ഇല്ലാതെയാക്കി തരണേ എന്നും കൂടിയാണ് അർത്ഥം. ബഹുധാ തവ വാക്യേന, അങ്ങയുടെ വാക്കുകളെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക്, ബഹുധ, ഒരുപാട് പേർക്ക്, ദുഃഖശാന്തി ഭവിഷ്യതി, അവരുടെയൊക്കെ ദുഃഖം ഇല്ലാതെയാക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ സങ്കടങ്ങൾ അങ്ങയുടെ വാക്കുകളെ കൊണ്ട് ഇല്ലാതെയാക്കപ്പെട്ടിട്ടുണ്ട്. യഥാ ഭാഗ്യം, അതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ ഒരു വാക്കുകൾ കേൾക്കാനും അങ്ങയെ കാണാനും ഒക്കെ യഥാ ഭാഗ്യം ഭവേത് ഭൂരി, വലിയ ഭാഗ്യമുള്ളപ്പോൾ മാത്രമേ
അങ്ങയുടെ ദർശനം ഉണ്ടാവുള്ളൂ. ഭവതോ ദർശനം തഥ. അപ്പോൾ വലിയ ഭാഗ്യമുള്ളപ്പോഴാണ് അങ്ങയെ കാണാൻ പറ്റുക, അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ പറ്റുക. അങ്ങനെ അങ്ങയുടെ വാക്കുകൾ കേട്ടാൽ, അങ്ങയെ കണ്ടാൽ പാപങ്ങൾ തീർന്ന് ദുഃഖങ്ങൾ തീരാൻ അത് വലിയ അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് കുറച്ചു സമയം ഇവിടെ നിന്ന് എൻ്റെ ഈ ദുഃഖത്തെ തീർക്കണേ എന്ന് പ്രാർത്ഥനയാണ്. അപ്പൊ ഇതിന്ന് ഒരു കാര്യം മനസ്സിലാവേണ്ടത്, ഈ വന്നിട്ടുള്ള നാരദ മഹർഷിയെ ആ പെൺകുട്ടിക്ക് മനസ്സിലായി. നാരദ മഹർഷിക്കാവട്ടെ ആ പെൺകുട്ടി ആരാണെന്ന് മനസ്സിലായിട്ടുമില്ല. അപ്പൊ ആ രംഗത്തിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നാരദന് മനസ്സിലായിട്ടില്ല. പക്ഷെ നാരദ മഹർഷിയെ ആ പെൺകുട്ടിക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും മനസ്സിലായി എന്ന് വേണം. നാരദ മഹർഷിക്ക് അതൊരു വിഷമായി. കാരണം അദ്ദേഹത്തിന് ആളെ അറിയില്ല, എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് പരിചയമുണ്ട്. നമുക്ക് ഇടയ്ക്ക് അങ്ങനെ പറ്റാറില്ല. നമ്മളെ അറിയാത്ത ആളുകളുടെ നടുക്ക് നമുക്ക് അങ്ങോട്ട് അറിയില്ല, പക്ഷെ നമ്മളെ ഇങ്ങോട്ട് അറിയാം. അങ്ങനെയുള്ള ഒരാൾക്കാരുടെ ഇടയ്ക്ക് പോയി ഇരിക്കേണ്ടി വന്നാൽ അവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം, നമുക്ക് അങ്ങോട്ടോട്ട് ഒന്നും അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നാരദനുള്ളത്. മടി വരും നമുക്ക് ചോദിക്കാൻ. നമ്മളെ കുറിച്ചിട്ട് നല്ലപോലെ അറിയണ ഒരാളോട് നിങ്ങൾ ആരാണെന്ന് അങ്ങോട്ട് ചോദിക്കാൻ ചിലപ്പോൾ മടിയും വരും. നാരദ മഹർഷി പക്ഷെ ആ മടി ഒഴിവാക്കിയിട്ട് നേരിട്ട് തുറന്ന് ചോദിക്കുകയാണ്, ആരാണ്? നാരദ ഉവാച കാസിത്വം കാവിമൗ ചേമ നാര്യക്ക പത്മലോചന വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. നാരദൻ പറഞ്ഞു, കാസിത്വം കൗ ഇമൗ ച ഇമാ നാര്യ കാ. ശ്രദ്ധിക്കേണ്ടതാണ് ആ വാക്ക്. കാസിത്വം എളുപ്പമാണ്. കാവിമൗ എന്നുള്ളതിനെ പിരിക്കേണ്ടത് കൗ ഇമൗ. ഇമൗ ഇവർ, കൗ ആരാണ്. സംസ്കൃതത്തിൽ മലയാളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത ഒന്ന് ഹിന്ദിയൊക്കെ പഠിച്ചവർക്ക് അറിയുണ്ടാവും. ഏകവചനം ബഹുവചനം അങ്ങനെയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പൊതുവേ ഉള്ളത്. പക്ഷെ സംസ്കൃതത്തിലും ഹിന്ദിയിലും ഉണ്ട് ഒക്കെ ഉള്ള ഒന്നാണ് ദ്വിവചനം. രണ്ട് എന്നിട്ടൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഏകവചനം കഴിഞ്ഞാൽ ദ്വിവചനം, അതും കഴിഞ്ഞിട്ടാണ് ബഹുവചനം ഉള്ളത്. ഇവിടെ രണ്ട് വയസ്സായ ആളുകൾ രണ്ടുപേരുണ്ടല്ലോ. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ട് ചോദിക്കുകയാണ്, ഇമൗ ആരാണ്, ഇവർ ആരാണ്. കൗ ഇമൗ കൗ ഇവർ ആരാണ്. ആ ഇമൗ കൗ എന്നുള്ളതിനെയാണ് ഒരുമിച്ച് ചേർത്തപ്പോൾ കാവിമൗ എന്നായത്. കാവിമൗ ച ഇമൗ ഇമാ നാര്യ. ഈ സ്ത്രീകൾ, ഇമൗ എന്നതിനെ തന്നെ ബഹുവചനമായപ്പോഴാണ് ഇമാ ഇവർ സ്ത്രീലിംഗമായിട്ട് വന്നതാണ് ഇമാ. ഈ സ്ത്രീകളൊക്കെ ആരാണ്? നാര്യ കാ പത്മലോചനാഹ. ഈ പത്മലോചനകളായ താമരപ്പൂവിനെ പോലെ കണ്ണുകളുള്ള ഈ പെൺകുട്ടികളൊക്കെ ആരാണ്? വദ ദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. ഹേ ദേവി, അമ്മ സവിസ്താരം വളരെ വിസ്തരിച്ചിട്ട് സ്വസ്യ ദുഃഖസ്യ തൻ്റെ ദുഃഖത്തിന്റെ കാരണം, അമ്മയുടെ ദുഃഖത്തിന്റെ കാരണം ദേവി വിസ്തരിച്ചു പറഞ്ഞു തന്നാലും. അപ്പൊ നാരദ മഹർഷിക്ക് ആളെ അറിയില്ല, അതുകൊണ്ട് തുറന്നു ചോദിക്കുകയാണ്, ആരാണ് ഭവതി, ആരാണ് ഭവതിയുടെ ചുറ്റുള്ള ഈ സ്ത്രീകളൊക്കെ ആരാണ്, ഈ വൃദ്ധരായ രണ്ടുപേര് ആരൊക്കെയാണ്, ഈ ദുഃഖത്തിന്റെ കാരണം എന്താണ് ഒക്കെ പറഞ്ഞു തന്നാണ് എന്ന് പറയും. മറുപടിയായിട്ട് ആ പെൺകുട്ടി പറയുകയാണ്, ബാലോവാച അഹം ഭക്തിരിതി ഖ്യാത ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ ഗംഗാദ്യ സരിതശ്ചേമ മൽസേവാർത്ഥം സമാഗതാഃ തഥാപി ന ച മേ ശ്രേയ സേവിതായ സുരൈരപി ഇദാനീം ശൃണു മദ്വാർത്താം സചിത്തസ്ത്വം തപോധന വാർത്താമേ വിതതാപ്യസ്തി താം ശ്രുത്വാ സുഖമാവഹ. ഉൽപ്പന്ന ദ്രവിഡേ സാഹം വൃദ്ധിം കർണാടകേ ഗത ക്വചിത് ക്വചിൽ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗത തത്ര ഘോരകലേർയോഗാൽ പാഖണ്ഡൈ ഖണ്ഡിതാംഗഗ ദുർബലാഹം ചിനയ്യാത പുത്രാഭ്യാം സഹമന്ദത. ആ പെൺകുട്ടിയുടെ മറുപടിയാണ്. നമുക്ക് ശ്ലോകം ഓരോന്നായിട്ട് നോക്കാം. 5 ശ്ലോകം വെച്ചിട്ടാണ് പറയണത്. ബാല ഉവാച. ബാല പറഞ്ഞു, അഹം ഭക്തി ഇതി ഖ്യാത ഇമൗ മേ തനയൗ മതൗ ജ്ഞാന വൈരാഗ്യ നാമാനൗ കാലയോഗേന ജർജരൗ. സംസ്കൃതം പഠിക്കാൻ എളുപ്പമുള്ള തരത്തിലാണ് ഇവിടെ ഈ ശ്ലോകം. അഹം ഞാൻ, അഹം ഞാൻ, ഇമൗ ഇവർ, ഈ രണ്ടുപേർ, അതുപോലെ ചുറ്റുപാടുള്ള മറ്റൊരാൾക്കാർക്ക് ഇമാ ബഹുവചനം, ഏകവചനം ദ്വിവചനം ബഹുവചനം. അഹം ഭക്തി ഇതി ഖ്യാത, എൻ്റെ പേര് ഭക്തി എന്നാണ്. ഇമൗ മേ തനയൗ മതൗ,
ഇവർ ഈ രണ്ടുപേർ, ഇമൗ എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടിക്കാണിച്ച് പറയാണ്, ഇവർ ഈ വൃദ്ധരായി കിടക്കുന്ന രണ്ടുപേര് മേ തനയോ എൻ്റെ കുട്ടികളാണ്, ജ്ഞാന വൈരാഗ്യ നാമാനോ, അവരുടെ പേരാണ് ജ്ഞാനവും വൈരാഗ്യവും. കാലയോഗേന ജർജര, അവർ കാലയോഗം കൊണ്ട് ജർജരത്വം, ജർജരത്വം വെച്ചാൽ ജരാനരകൾ വന്നിട്ട്, ജീർണത എന്നാണ് ആ വാക്കിന്റെ ശരിക്കും അർത്ഥം. അപ്പൊ അവർക്ക് ക്രമേണ ശരീരത്തിന്റെ ജീർണതയാണല്ലോ ജരയും നരയും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അത് അവർക്ക് ബാധിച്ചിരിക്കുകയാണ്, കാലയോഗം കൊണ്ട് ബാധിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ കാലം അവരെ ബാധിക്കാറില്ല. ഭക്തി, ഇതുപോലുള്ള ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെയുള്ള ദിവ്യപുരുഷന്മാരെ അവർക്ക് കാലയോഗം ബാധിക്കാറില്ല, കാലം അവരെ ബാധിക്കാറില്ല. പക്ഷെ ഇപ്പോൾ കാലം ബാധിച്ചിരിക്കുന്നു. ഇനി ഈ ചുറ്റുപാടുള്ള സ്ത്രീകളൊക്കെ ആരാ? ഗംഗാദ്യ സരിത ച ഇമ, ഗംഗ മുതലായ സരിത നദികളാണ് ഇമ. ഇവരൊക്കെ എന്തിനാ വന്നത്? മൽ സേവാർത്ഥം സമാഗതാഹ, എന്നെ സേവിക്കുന്നതിന് വേണ്ടിയാണ് ഇവരൊക്കെ ഇവിടേക്ക് വന്നിട്ടുള്ളത്. തഥാ അപി ന ച മേ ശ്രേയഃ സേവിതായാഹ സുരൈഹി അപി, അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ന ച മേ ശ്രേയഃ, എനിക്ക് സന്തോഷം, പൂർണ്ണമായ തൃപ്തി, ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ സുഖം, ആത്യന്തികമായ തൃപ്തി എന്നൊക്കെ അർത്ഥം, അത് എനിക്ക് വന്നിട്ടില്ല. തൽക്കാലത്ത് ഇത്തിരി സുഖമൊക്കെ ഉണ്ട്, ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ പുകഴ്ത്തി പറയുമ്പോഴോ അല്ലെങ്കിൽ ഇത്തിരി ആരെങ്കിലുമൊക്കെ ഒന്ന് സേവനങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇത്തിരി എന്തൊക്കെയോ സന്തോഷം. പക്ഷെ ശ്രേയസ്, ആത്യന്തികമായ സുഖം, സന്തോഷം എനിക്ക് വന്നിട്ടില്ല. സേവിതായ സുരൈഹി അഭി, ദേവന്മാർ സേവിച്ചിട്ട് പോലും എനിക്ക് ആ സുഖം വന്നിട്ടില്ല എന്ന്. ഇനി ഇപ്പോ എന്താണ് ഈ ഇപ്പോൾ ഉള്ള സങ്കടത്തിന്റെ കാരണം? അതാണ് ഇനി ഓരോന്നായിട്ട് പറയാൻ പോണത്. ഇതാനും ശൃണു മദ് വാർത്താം, എൻ്റെ വാർത്തകളെ, എൻ്റെ വിഷയത്തെ, സങ്കടത്തെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ അങ്ങ് കേട്ടാലും. സജിത്തസ്ത്വം തപോധന വാർത്താ മേ വിതതാപി അസ്തി താം ശ്രുത്വ സുഖം ആവഹ. ഇതാനീം ശൃണു മദ് വാർത്താം, എൻ്റെ ഈ കഥകളെയൊക്കെ അങ്ങ് കേട്ടാലും. സജിത്തസ്ത്വം തപോധന, മനസ്സുറപ്പിച്ചിട്ട് അങ്ങ് കേൾക്കണം. അങ്ങ് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സുഖവും, എനിക്ക് സമാധാനവും. പൊതുവെ സ്വാമിജിയൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്, മറ്റൊരാളുടെ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ, വേറെ ഒരാൾക്ക് സങ്കടം നമ്മുടെ ചുറ്റുപാടുണ്ടാവുമ്പോൾ, നമ്മൾ മനസ്സ് ചെലുത്തിയിട്ട് ആ ആള് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കണ ആൾക്ക് സമാധാനവും, കുറച്ച് സന്തോഷം ഉണ്ടാവും, കുറച്ചൊരു ആശ്വാസമാവും. സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ മുമ്പിലൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറുപടി പറയണമെന്നില്ല, കേട്ടിരുന്നാൽ തന്നെ മതി എന്ന് പറയും. ഇവിടെ അത് ഭക്തിദേവി ഉറപ്പിച്ച് പറയുക, അങ്ങ് കേട്ടാൽ തന്നെ എനിക്ക് സുഖമാവും, അത് മതി. കാരണം കേൾക്കാൻ ഒരാളില്ല, പങ്കുവെക്കാൻ ഒരാളില്ല, അതുകൊണ്ട് അങ്ങ് കേട്ടാൽ തന്നെ എനിക്ക് സമാധാനമാവും. അതുകൊണ്ട് എൻ്റെ ഈ സങ്കടങ്ങളെ അങ്ങ് കേട്ടാലും. എന്നിട്ട് ഭക്തി തൻ്റെ ചരിത്രം പറയാൻ തുടങ്ങുകയാണ്. ഇത് ആരോടാ പറഞ്ഞു കൊടുക്കണേ എന്നുള്ളതാണ് അതിലെ രസം. നാരദ മഹർഷിക്കാണ് ഭക്തി സൂത്രത്തെ, നാരദ ഭക്തി സൂത്രം ഭക്തിയുടെ ഒരു ആധികാരികമായ പ്രാമാണികമായ ഒരു ഗ്രന്ഥമാണ് ഭക്തി സൂത്രം. ഭക്തോത്തമൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെ നാരദ മഹർഷിയുടെയാണ്. അത് മാത്രമല്ല, നാരദ മഹർഷിയുടെ മഹത്വം എത്രയോ ഭക്തന്മാരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളും കൂടിയാണ്. പ്രഹ്ലാദനായാലും ധ്രുവനായാലും ഹര്യശ്വന്മാര്, ശബളാശ്വന്മാര് തുടങ്ങിയവരായാലും, പിന്നെ എത്രയോ ആളുകളെ, മഹാത്മാക്കളെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് നാരദ മഹർഷി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് അവരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള നാരദ മഹർഷിയോട്, അപ്പൊ ഭക്തിയെ പകർന്നു കൊടുക്കുന്നതിൽ ശ്രേഷ്ഠനായ, ഭക്തിയുടെ പ്രാമാണികമായ ഒരു ഗ്രന്ഥം, എന്താണ് ഭക്തി, അത് എങ്ങനെയൊക്കെയാണ് പ്രകടമാവുന്നത്, എങ്ങനെയൊക്കെയാണ് ഭക്തിയെ വർദ്ധിപ്പിക്കേണ്ടതെന്ന് ആധികാരികമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരാള്, ആ ആളോടാണ് ഭക്തി സ്വയം പരിചയപ്പെടുത്തുന്നത് എന്ന്. സ്വാമിജി ഇത് പറയുമ്പോൾ തമാശ പോലെ പറയാറുണ്ട്, ഭക്തിസൂത്രം എഴുതുന്നതിന് മുൻപാണോ അല്ല അതിന് ശേഷമാണോ ഈ കണ്ടുമുട്ടൽ ഉണ്ടായത് എന്ന് അറിയില്ല എന്ന്. അത് സത്യമാണ്. നമുക്കിപ്പോൾ അത് ആദ്യം ഭക്തിസൂത്രമാണോ എഴുതിയത് അതോ ഭക്തിസൂത്രം ഇത് കഴിഞ്ഞിട്ടാണോ എഴുതിയതെന്ന് നമുക്കറിയില്ല. പക്ഷേ നാരദ മഹർഷി ഭക്തനാണ്, അതിൽ കുറവൊന്നും ഇല്ലാത്ത ഒരാളാണല്ലോ. അങ്ങനെ ഒരാൾക്ക് ഭക്തി സ്വയം പരിചയപ്പെടുത്തേണ്ടി വരികയാണ് എന്നുള്ളതാണ് അതിലെ വിഷമമുള്ളത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഈ പറയണതിന്റെ സാഹചര്യത്തിന്റെ രംഗം കൊണ്ട് ചിത്രീകരിക്കപ്പെട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, നാരദ മഹർഷിക്ക് പോലും ഭക്തിയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ട വിഷയം. നാരദ മഹർഷിക്ക് പോലും ഭക്തിയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ആളുകളുടെ പ്രകടനത്തിലും ആളുകളുടെ വേഷവിധാനങ്ങളിലും മനോഹരമായ വാക്കുകളിലും
പലപ്പോഴും ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിലും ഒക്കെയാണ് ശ്രദ്ധ ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിലൊക്കെയാണ് ഭക്തി ഇരിക്കുന്നത് എന്ന് നമ്മളും തെറ്റിദ്ധരിക്കാറുണ്ട്. നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നവർക്കൊക്കെ നല്ല ഭക്തി ഉണ്ട് എന്ന് നമ്മളങ്ങോട്ട് ധരിച്ചു കളയും. ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഇത് വലിയൊരു വിഷമം പിടിച്ച അവസ്ഥയാണ് ഭക്തിയെ തിരിച്ചറിയുക എന്നുള്ളത്. ഇവിടെ വേറൊരു പ്രധാന കാര്യം, മറ്റൊരാൾക്ക് ഭക്തി ഉണ്ടോ, അയാള് ഭക്തനാണോ, ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല, അതൊരു ആവശ്യമില്ല. കാരണം വേറെ ആൾക്കാർക്ക് ഭക്തി ഉണ്ടോ, മറ്റുള്ള ആൾക്കാരുടെ ഭക്തിയുടെ അളവ് എത്രമാത്രം ഉണ്ട്, ഇതൊക്കെ തൂക്കി നോക്കിയിട്ട് നമുക്കിപ്പോൾ എന്താ പ്രയോജനം? ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഗുരുനാഥന്റെ ആയാൽ പോലും ശരി, ഗുരുനാഥൻ എത്ര ഭക്തി ഉണ്ടെന്ന് നോക്കേണ്ടത് നമ്മുടെ ആവശ്യമില്ല. നമ്മളവിടെ നമ്മളുടെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഭക്തി മറ്റൊരാൾക്ക് എത്രയുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. നമുക്ക് എത്രമാത്രം ഉണ്ട്, ഇപ്പൊ എവിടെയാ ഉള്ളത്, ഇനി എത്ര മുമ്പോട്ട് പോകാനുണ്ട്, ഇത് മാത്രമേ നമ്മൾ നോക്കേണ്ട വിഷയമുള്ളൂ. അത് കൂട്ടത്തിൽ പറയണം. ഏതായാലും ഭക്തി തന്റെ ചരിത്രം, തന്റെ കഥ പറയാൻ തുടങ്ങുകയാണ്. ഉൽപ്പന്ന ദ്രവിഡേ സാഹം. സാഹം എന്ന് പറഞ്ഞാൽ സാ അഹം. സാ അഹം ഇവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ട്, ഭക്തി സ്ത്രീ ആയതുകൊണ്ട് സാ അഹം. വൃദ്ധിം കർണാടകേ ഗത ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ ഗുർജരെ ജീർണതാം ഗത തത്ര ഘോര കലേഹ യോഗാത് പാഖണ്ഡൈഃ ഖണ്ഡിതാംഗകാഃ ദുർബല അഹം ചിരം യാത പുത്രാഭ്യാം സഹ മന്ദതാം. ഉൽപ്പന്ന ദ്രവിഡേ സാഹം. ഞാൻ ഉൽപ്പന്നയായത് ദ്രാവിഡ ദേശത്താണ്. നമ്മുടെ ദക്ഷിണ ഭാരതത്തിലാണ് ദ്രാവിഡ ദേശം എന്നറിയപ്പെടുക. അവിടെയാണ് ഞാൻ ജനിച്ചത്. വൃദ്ധിം കർണാടകേ ഗത. കർണാടകത്തിലാണ് ഞാൻ വളർന്നത്. പിന്നെയോ കൊജിൽ കൊജിൽ മഹാരാഷ്ട്രേ. മഹാരാഷ്ട്രത്തിലെത്തിയപ്പോൾ കുറച്ചും കൂടി വലുതായി, വികസിച്ചു, അതിൻ്റെ ഒരു പൂർണ്ണതയിൽ യൗവനത്തിലെത്തി എന്നർത്ഥം. അത് കഴിഞ്ഞ് ആ ഗുജറാത്തിൻ്റെയൊക്കെ ആ മോൾ ഭാഗങ്ങളിലേക്ക് എത്തിയ സമയത്ത് എന്തായി? തത്ര ഘോരകലേഹ യോഗാത്. ഘോരമായ കലിയുടെ യോഗം കൊണ്ട് ഞാൻ പാഖണ്ഡൈഹി ഖണ്ഡിതാംഗക. പാഖണ്ഡ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാൽ ഖണ്ഡിതാംഗയായി തീർന്നു. ഖണ്ഡിതം എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടവളായി എന്നർത്ഥം. പാഖണ്ഡം മതം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പും പറയണ്ടായി, വേദവിരുദ്ധമായത്, ശാസ്ത്രവിരുദ്ധമായത് അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പാഖണ്ഡ മതക്കാര് പറയാം. അപ്പൊ അവരാൽ ഉപദ്രവിക്കപ്പെട്ട് ഞാൻ അംഗഭംഗം വന്നവളായി തീർന്നു. ദുർബല അഹം ചിരം യാത. വളരെ ദുർബലയായ ഞാൻ പക്ഷെ പുത്രന്മാരോട് ചേർന്ന് വളരെ സാവധാനം യാത്ര ചെയ്യായിരുന്നു, നിന്നിട്ടില്ല എന്നർത്ഥം. ഗുജറാത്തിലെത്തി, ഈ അപകടങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അതോടുകൂടി അവിടെ തന്നെ യാത്ര അവസാനിപ്പിച്ചില്ല. അവിടുന്ന് വയ്യെങ്കിലും ഞാൻ ദുർബലയായി, മക്കളോട് കൂടിയിട്ട് ദുർബലയായ ഞാൻ വളരെ സാവധാനം ഞാൻ യാത്ര ചെയ്യായിരുന്നു. ദുർബലാഹം ചിരം യാത പുത്രാഭ്യാം സഹ. പുത്രന്മാരോടൊപ്പം വളരെ സാവധാനം. മന്ദത എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം. എന്നിട്ടോ ഈ യാത്ര കൊണ്ട് എവിടെ എത്തി? വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതീ സമ്യക് പ്രേഷ്ഠരൂപ തു സാമ്പ്രതം ഇമൗ തു ശൈതാവത്ര സുതൗ മേ ക്ലിശ്യത ശ്രമാത് ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരഢത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിത സാഹം തു തരുണീ കസ്മാത് സുതൗ വൃദ്ധാ വിമൗ കുത ത്രയാണാം സഹചാരിത്വാത് വൈപരീത്യം കുതസ്ഥിതം ഘടതേ ജരഢാ മാതാ തരുണൗ തനയാ വിധി അത ശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദ യോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേത്. ഓരോ ശ്ലോകമായിട്ട് ഇനിയും കാണാം. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി. നവീന ഇവ സ്വരൂപിണി. ജാത അഹം യുവതി സമ്യക് പ്രേഷ്ഠരൂപ തു സാമ്പ്രതം ഇമൗ തു ശൈതൗ അത്ര സുതൗ മേ ക്ലിശ്യതഃ ശ്രമാത് ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരഢത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിത സാഹം തു തരുണി കസ്മാത് സുതൗ വൃദ്ധൗ ഇമൗ കുതഃ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ. വൃദ്ധൗ ഇമൗ കുതഃ. ത്രയാണാം സഹചാരിത്വാത് വൈപരീത്യം കുതഃ സ്ഥിതം. സഹചാരിത്വാദ് വൈപരീത്യം എന്നത് സഹചാരിത്വാദ് വൈപരീത്യം
കുതസ്ഥിതം ഘടതേ ജരഠാ മാതാ തരുണൗ തനയൗ ഇതി തനയാവിധി തനയൗ ഇതി അതഃ ശോചാമി ച ആത്മാനം വിസ്മയ ആവിഷ്ടമാനസ വദ യോഗനിധേ ധീമൻ കാരണം ച അത്ര കിം ഭവേത്. ഓരോന്നായിട്ട് കാണാം. വൃന്ദാവനം പുനഃപ്രാപ്യ, അങ്ങനെ യാത്ര ചെയ്ത് ഗുജറാത്തിൽ നിന്ന് വളരെ പുത്രന്മാരോടൊപ്പം വളരെ മന്ദമായിട്ട് യാത്ര ചെയ്ത് വൃന്ദാവനത്തിലേക്ക് എത്തിയപ്പോൾ നവീന ഇവ ജാതാഹം, ഞാൻ പുതിയതായി ജനിച്ചതുപോലെ സുരൂപിണിയായി തീർന്നു, നല്ല സുന്ദരിയായി തീർന്നു, യുവതിയായി സമ്യക് പ്രേഷ്ഠരൂപ, എല്ലാ അർത്ഥത്തിലും പ്രേഷ്ഠരൂപ, വളരെ ഭംഗിയുള്ളവളായി തീർന്നു എല്ലാ അർത്ഥത്തിലും. എന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ അംഗഭംഗം വന്നത് പോയതോ അല്ലെങ്കിൽ ക്ഷയിക്കപ്പെട്ടതോ ജർജരത്വം വന്നതോ ഒക്കെ എനിക്ക് ഇല്ലാതെയായി വൃന്ദാവനത്തിലെത്തിയപ്പോൾ. ഇമൗത്തു ശൈതൗ അത്ര, പക്ഷെ ഈ കിടക്കുന്നവരാകട്ടെ സുതൗ മേ, എൻ്റെ ഈ മക്കളാണ് ഇവരൊക്കെയോ ക്ലിശ്യതഃ ശ്രമാത്, വളരെ ശ്രമപ്പെട്ടിട്ട് പോലും ഇവർക്ക് ആ യൗവനമോ അവരുടെ വാർദ്ധക്യം നഷ്ടപ്പെടുകയോ അവർക്ക് യൗവനം തിരിച്ചു കിട്ടുകയോ അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടും കിട്ടുകയോ ഒന്നും ഉണ്ടായില്ല. അവർക്ക് ഇപ്പൊ ഞങ്ങളുടെ വിഷമം എന്താ, ഇതം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയ, ഞാൻ ഈ സ്ഥലത്തെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പോകും? കാരണം വയസ്സായ ഈ വൃദ്ധരായ വീണ് കിടക്കുന്ന ഈ മക്കളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ വേറെ ഒരു സ്ഥലത്തേക്ക് പോകും? അതാണ് പ്രധാന വിഷയം. മാത്രമല്ല ജരഠത്വം സമായാതോ തേന ദുഃഖേന ദുഃഖിത, ഇവർക്ക് ജരഠത്വം വന്നു, അതുകൊണ്ട് എവിടേക്കും പോകാൻ സാധിക്കില്ല, ഇവരെ വൃദ്ധന്മാരായ ഇവരെ ഞാൻ ശുശ്രൂഷിക്കേണ്ടി വരണമല്ലോ, ഇതൊരു ദുഃഖം. രണ്ടാമത് അതിനേക്കാൾ വലിയ വിഷയം എന്താ, സാഹം തു തരുണി കസ്മാത് സുതൗ വൃദ്ധൗ, അഹം തരുണി, ഞാൻ തരുണിയായിരിക്കുക, അമ്മയായ ഞാൻ യുവതിയായിട്ടും മക്കളായ ഇവർ വൃദ്ധരായിട്ടും ഇരിക്കുക. വൈപരീത്യം കുത, ഈ വൈപരീത്യം എങ്ങനെ സംഭവിച്ചു, ഇതെന്താണ് കാരണം? മാത്രമല്ല ത്രയാണാം സഹചാരിത്വാത്, ഈ മൂന്ന് പേരും ഒരുമിച്ചാണല്ലോ സഞ്ചരിച്ചിരുന്നത്, മൂന്ന് പേരും ഒരുമിച്ചാണല്ലോ ഈ ദുഃഖങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഇപ്പൊ ഒരാൾക്ക് മാത്രം പരിഹാരം കിട്ടി, മറ്റുള്ള രണ്ടു പേർക്കും എന്തുകൊണ്ട് കിട്ടിയില്ല? ഈ വൈപരീത്യം എങ്ങനെ സംഭവിച്ചു? അതാണ് വിഷമം. ഘടതേ ജരഠാ മാത തരുണൗ തനയൗ ഇതി, അമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മ വൃദ്ധയായിട്ടും മക്കൾ യുവതിയായിട്ടും ഇരിക്കുന്നു എന്നുള്ളതാണ് സങ്കടത്തിന്റെ കാരണം. അതഃ ശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ, ഈ കാരണങ്ങളെ കൊണ്ടാണ് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി ദുഃഖിക്കുന്നത്. ദുഃഖിക്കുമ്പോഴും എനിക്കൊരു അത്ഭുതമാണ്, കാരണം ഇത് എങ്ങനെ സംഭവിച്ചു? അമ്മയായ ഞാൻ യുവതിയായി, പക്ഷെ മക്കൾ എന്താ ഇപ്പോഴും വൃദ്ധരായിട്ടിരിക്കുന്നത്? ഇത് ആലോചിച്ച എനിക്ക് അത്ഭുതമുണ്ട്. വധ യോഗനിധേ ധീമൻ, അങ്ങ് യോഗനിധിയാണ്. യോഗത്തെ സകല യോഗങ്ങളെയും, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം, അഷ്ടാംഗയോഗം, ഇങ്ങനെ യോഗങ്ങളെയൊക്കെ ശേഖരിച്ചിട്ടുള്ള ആളാണ് യോഗനിധി. നമ്മൾ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിന്റെ അർത്ഥം ശ്രദ്ധിക്കാറില്ല. യോഗനിധി എന്ന് വെച്ചാൽ യോഗങ്ങളെയൊക്കെ ശേഖരിച്ചിട്ടുള്ള ആളെന്ന് അർത്ഥം. യോഗങ്ങളെയൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ള ആള്, മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ആള് എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയുള്ള യോഗനിധിയായിട്ടുള്ള അങ്ങയോട് ഞാൻ ഇതിന്റെ കാരണം, എൻ്റെ ഈ ദുഃഖത്തിന്റെ കാരണം ചോദിക്കുകയാണ്, മറുപടി പറഞ്ഞു തരണേ, ദുഃഖത്തിന് പരിഹാരം പറഞ്ഞു തരണേ എന്ന് നാരദ മഹർഷിയോട് കഥ പറഞ്ഞ് നിർത്തി. നാരദ വാച, അപ്പൊ നാരദ മഹർഷിയുടെ മറുപടിയാണ്, ജ്ഞാനേൻ ആത്മനി പശ്യാമി സർവമേതൽ തവാനഖേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശം തേ കരിഷ്യ. നാരദ മഹർഷി പറയാണ്, ജ്ഞാനേന ആത്മനി പശ്യാമി സർവം ഏതത് തവ അനഘേ ന വിഷാദഃ ത്വയാ കാര്യോ ഹരിഹി ശം തേ കരിഷ്യതി. അങ്ങനെ നാരദ മഹർഷി മറുപടി പറയാണ്, ജ്ഞാനേന ആത്മനി പശ്യാമി, ഞാൻ എൻ്റെ ദിവ്യജ്ഞാനം കൊണ്ട്, അതീന്ദ്രിയമായ ജ്ഞാനം കൊണ്ട് നിന്റെ ദുഃഖത്തിന്റെ കാരണത്തെ, സർവം ഏതത് തവ അനഘേ പശ്യാമി, ഹേ അനഘേ, പാപമില്ലാത്തവളെ, ദുഃഖമില്ലാത്തവളെ, ദുഃഖങ്ങളില്ലാതെയാകാൻ പോകുന്നവളെ എന്നൊക്കെ അർത്ഥത്തിലാണ്. അനഘ എന്ന് വെച്ചാൽ പാപമില്ലാത്തവൾ എന്നാണ് അർത്ഥം. അപ്പൊ പാപങ്ങളൊക്കെ തീർന്നവൾ, ഇനി പാപങ്ങളൊന്നും ഇല്ലാത്തവൾ, അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളില്ലാതെ സ്ഥായിയായ ആനന്ദത്തെ അനുഭവിക്കുന്നവൾ. ഇപ്പൊ അങ്ങനെയല്ല, സങ്കടമുണ്ട്, പക്ഷെ ആയിത്തീരും ഉടനെ എന്ന അർത്ഥത്തിൽ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്. ഞാൻ എല്ലാം കാണുന്നു, ഈ ദിവ്യജ്ഞാനം കൊണ്ട് ഞാൻ ഇതിനെയൊക്കെ കാണുന്നുണ്ട്. ന വിഷാദ സ്ത്വയാ കാര്യം, അതുകൊണ്ട് ഭവതി വിഷാദിക്കേണ്ടതില്ല. ഹരിഹി ശം തേ കരിഷ്യതി, ഹരി നിന്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കും.
ഇങ്ങനെ നാരദ മഹർഷി സമാധാനിപ്പിച്ചു. എന്നിട്ട് സൂതൻ, ഇപ്പൊ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് സൂതനാണല്ലോ ആത്യന്തികമായിട്ട്. അപ്പൊ ആ സൂതൻ ഇടയിൽ ഒരു വാചകം പറയുകയാണ്, ക്ഷണമാത്രേണ തജ്ഞാത്വ വാക്യമൂജേ മുനീശ്വര. ക്ഷണമാത്രേണ തത് ജ്ഞാത്വ വാക്യം ഊജേ മുനീശ്വര. അപ്പോ നാരദ മഹർഷി മുനീശ്വരൻ ഇങ്ങനെ പറഞ്ഞു, വാക്യമൂജെ വാക്കുകൾ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? ക്ഷണമാത്രേണ തജ്ഞാത്വം. ഒന്ന് കണ്ണടച്ചിട്ടോ മറ്റോ ചിലപ്പോ ധ്യാനിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഭക്തിയുടെ ദുഃഖത്തിന്റെ കാരണത്തെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മറുപടി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഭക്തിയുടെ ദുഃഖത്തിന്റെ കാരണത്തെ ഒരു നിമിഷം കൊണ്ട് കണ്ടെത്തി നാരദ മഹർഷി മറുപടി പറയാൻ പോവുകയാണ്. ഇനി നാരദ വാച, ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണക്കലി തേന ലുപ്ത സദാചാരോ യോഗമാർഗ തപാംസിച്ച ജനാ അദ്യാസുരായന്തേ ഷാഢ്യദുഷ്കർമ്മകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവ ധത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോധവ അസ്പൃശ്യാൻ അവലോക്യേയം ശേഷഭാരകരീധര വർഷേ വർഷേ ക്രമാജ്ജാത മംഗളം നാപി ദൃശ്യത്തെ നത്വാമപി സുതൈസാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിത അനുരാഗാന്ധൈ ജർജരത്വേന സംസ്ഥിത വൃന്ദാവനസ്യ സംയോഗാൽ പുനസ്ത്വം തരുണീ നവ ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതി യത്ര ച അത്രേമൗ ഗ്രാഹകാഭാവാൽ ന ജരാമപി മുഞ്ചത കിഞ്ചിത് ആത്മസുഖേനേഹ പ്രസുപ്തിർ മന്യതേനയോഹോ. നാരദന്റെ വാക്കുകളാണ്. ശൃണുഷ്വ അവഹിത ബാലേ യുഗോയം യുഗഃ അയം ദാരുണഃ കലി തേന ലുപ്ത സദാചാരോ യോഗമാർഗഃ തപാംസി ച ജനാ അദ്യ അസുരായന്തേ ഷാഢ്യ ദുഷ്കർമ്മ കാരിണഃ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി അസാധവ ധത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോ അഥവാ പണ്ഡിത അഥവാ. അപ്പൊ നാരദ മഹർഷി എന്തുകൊണ്ടാണ് ഭക്തിയുടെ ദുഃഖം എന്നുള്ളത് പറയാൻ പോവാണ്. ശൃണുഷ്വ അവഹിത ബാലെ, ഹേ ബാലെ കേട്ടാലും, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കേട്ടാലും. യുഗഃ അയം ദാരുണഃ കലി, ഇത് ദാരുണമായ കലിയുഗം ആണ്. നമ്മൾ പറയാറുള്ള പോലെ തന്നെ എന്ത് സംഭവിച്ചാലും നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഉടനെ പറയാറുള്ള മറുപടി അങ്ങനെയാണല്ലോ, ഇത് കലിയുഗമാണ്, കലികാലമാണ്. അത് തന്നെ നാരദ മഹർഷിയും തുടങ്ങിയത്. തേന ലുപ്ത സദാചാരോ യോഗമാർഗ തപാംസിച്ച, ഇത് കലിയുഗമായതുകൊണ്ട് എന്താണെന്ന് നാരദ മഹർഷി പറയണത്? ലുപ്ത സദാചാരം, സദാചാരങ്ങളൊക്കെ ഇല്ലാതെയായി, സദാചാരം ഇല്ല, നഷ്ടപ്പെട്ടു തുടങ്ങി. യോഗമാർഗങ്ങളും തപസ്സും ഒക്കെ ക്ഷയിച്ചു, അതൊന്നും ഇല്ലാതെയായി. ജന ആദ്യ അസുരായന്തേ, ഇവിടെ ശ്രദ്ധിക്കണേ, ചില പുസ്തകങ്ങളിൽ അദ്യ അസുരായന്തേ എന്നാണ്, ജനങ്ങളൊക്കെ ഇപ്പോൾ അസുരന്മാരായി തീർന്നു എന്നാണ്. വേറെ ചില പുസ്തകങ്ങൾ ജന അഘാസുരായന്തേ എന്നാണ്, അഘാസുരനായി തീർന്നു, അഘാസുരനെ പോലെ. അഘാസുരൻ കുട്ടികൾ കളിക്കുന്ന സമയത്ത് കളിക്കുന്നത് ഇഷ്ടപ്പെടാതെ വന്ന് ഗോപകുട്ടികളെയൊക്കെ വിഴുങ്ങാൻ നോക്കിയ അസുരനാണ്, പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വന്ന അസുരനാണ്. അപ്പൊ അതുപോലെ ഷാഢ്യവും ദുഷ്കർമ്മവും ഒക്കെ ഉള്ള ആൾക്കാരായി തീർന്നു. രണ്ട് അർത്ഥത്തിലായ അസുരന്മാരുടെ സ്വഭാവമാണ് ഷാഢ്യവും ദുഷ്കർമ്മവും, അതൊക്കെ ജനങ്ങൾക്ക് വന്നു എന്ന് അർത്ഥം. ഇഹ സന്തോ വിഷയിതന്തി, സന്തുക്കളായ ആളുകളൊക്കെ ഇവിടെ വളരെ വിഷമിക്കുന്നു. അസാധുക്കളായ ആളുകളോ ദുഷ്ടന്മാരായ ആളുകളോ അവർക്കൊക്കെ പ്രഹൃഷ്യന്തി, അവർക്കൊക്കെ സന്തോഷവും ഉണ്ടാവുന്നു. ധത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോ അഥവാ. വാസ്തവത്തിൽ ധീരൻ എന്ന് പറഞ്ഞ പണ്ഡിതൻ എന്ന് പറഞ്ഞ ആൾ എങ്ങനെ ഉണ്ടാവണം? അദ്ദേഹത്തിന് ധൈര്യമാണ് വേണ്ടത്. ധൈര്യം എന്ന് വെച്ചാൽ അവനവന്റെ ഉള്ളിലെ ദുഃഖങ്ങളെ അഥവാ അവനവന്റെ ഉള്ളിലുള്ള തെറ്റായ പ്രവണതകളെ, തൻ്റെ ഉള്ളിലുള്ള ദുഷ്കർമ്മങ്ങളെ കണ്ടെത്തി അതിനെ തിരുത്താനുള്ള കഴിവിന്റെ പേരാണ് ധൈര്യം എന്നത്. ധൈര്യം എന്നത് ധീയുമായി ബന്ധപ്പെട്ടതാണ്. സംസ്കൃതത്തിലെ ആ പദത്തിന്റെ അർത്ഥം അങ്ങനെയാണ്, ധീ, ബുദ്ധി, അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എൻ്റെ ഉള്ളിലെ തെറ്റുകളെ തിരുത്താനുള്ള, എൻ്റെ ഉള്ളിലുള്ള ദുഷ്ടവാസനകളെ ജയിക്കാനുള്ള കഴിവിന്റെ പേരാണ് ധൈര്യം എന്നത്. പക്ഷെ നമ്മൾ പൊതുവേ അത് മറ്റൊരാളോട് നേരിടാനുള്ള കരുത്തിനെയാണ് പറയാറുള്ളത്. പുറത്തു നിന്നുള്ള ശത്രുവിനെ നേരിടുമ്പോൾ അത് ശൗര്യമാണ്, വീര്യവും ശൗര്യവുമാണ്. അവനവന്റെ ഉള്ളിലെ ശത്രുവിനെ നേരിടുന്നിടത്താണ് വാസ്തവത്തിൽ ധൈര്യം വേണ്ടത്. പക്ഷെ നമ്മളത് തിരിച്ചാണ് കാണാറുള്ളത് എന്നർത്ഥം. ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ധൈര്യം ആളുകൾക്ക് ക്ഷയിച്ചു തുടങ്ങി, പകരം ഷാഢ്യവും ദുഷ്കർമ്മവുമായിട്ട്
മാറി തുടങ്ങി എന്നാണ് അർത്ഥം. ഇനി അസ്പൃശ്യാൻ അവലോക്യേയം ശേഷഭാരകരീധര. ഭൂമി ക്രമേണ ക്രമേണ എന്തായെന്ന് വെച്ചാൽ അസ്പൃശ്യ അവലോക്യ, കാണാൻ തൊടാനും വയ്യാത്ത തരത്തിലായിട്ട് ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഭൂമി ആകത്തുകയിൽ എന്തായി തീർന്നു? ശേഷഭാരകരി. ഈ ശേഷൻ അനന്തൻ, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ശയ്യയായ അനന്തൻ, ആ അനന്തന്റെ ശിരസിലാണ് ഭൂമി ഉള്ളത് എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. ആ അനന്തന് തലയിൽ ഒരു ചുമട്, ഒരു ഭാരം എന്ന നിലയ്ക്ക് ഭൂമി മാറുന്നു. അതിനപ്പുറത്ത് ഭൂമിക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷേ വർഷേ ക്രമാൽ ജാത, ക്രമേണ വർഷം തോറും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മംഗളം ന അഭിദൃശ്യത, എവിടെയും ഒരു മംഗളമായ നന്മയായിട്ടുള്ളത് കാണാനില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവമാണല്ലോ. നാരദ മഹർഷി അന്നേ ഇതൊക്കെ അനുഭവിച്ച് കണ്ട് പറഞ്ഞു എന്ന് മാത്രം. നത്വം അഭി സുതൈഹി സാഗം കോപി പശ്യതി സാമ്പ്രതം. നത്വം അഭി, അമ്മയെ, ഭവതിയെ, ഭക്തിയെ ആവട്ടെ, സുതൈഹി സാഗം, മക്കളോട് ചേർന്ന ഭക്തിയെ, ജ്ഞാന വൈരാഗ്യങ്ങളോട് ചേർന്ന ഭക്തിയെ കോപി പശ്യതി സാമ്പ്രതം, ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ആർക്കും കാണുക പോലും വേണ്ട. അത്ര ഉപേക്ഷിത അനുരാഗ അന്ധൈഹി, അനുരാഗ അന്ധം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ജർജരത്വേന സംസ്ഥിത, ആ മക്കളെയും അമ്മയെയും ഒക്കെ മറ്റ് വിഷയങ്ങളിലുള്ള അനുരാഗം കൊണ്ട്, കണ്ണ് കാണാതായ ആളുകൾ എന്ന് വെച്ചാൽ ലൗകിക വിഷയങ്ങളിലുള്ള താല്പര്യം കൊണ്ട് കണ്ണ് കാണാതായ ആളുകൾ ഭവതിയെയും പുത്രന്മാരെയും ഒക്കെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ജർജരത്വം, ജരാനരകളൊക്കെ വന്ന്, വാർദ്ധക്യം വന്ന്, ആരോഗ്യം ക്ഷീണിച്ചത്. പക്ഷേ വൃന്ദാവനസ്യ സംയോഗാത് പുനഃ ത്വം തരുണീ നവ, ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതി യത്രച. വൃന്ദാവനസ്യ സംയോഗാത്, അപ്പൊ വൃന്ദാവനത്തിന്റെ സംയോഗം കൊണ്ട് ത്വം പുനഃ തരുണീ നവ, നീ ആകട്ടെ, ഭവതി ആകട്ടെ വീണ്ടും തരുണിയായി തീർന്നു. അതുകൊണ്ട് തേന, അതുകൊണ്ട് ധന്യം വൃന്ദാവനം, വൃന്ദാവനം വളരെ ധന്യമാണ്. തേന ഭക്തി നൃത്യതി യത്രച, കാരണം ഭക്തി അവിടെ നൃത്തം വെക്കുന്നത് കൊണ്ട്, ഭക്തി നൃത്തം വെക്കുന്ന പുണ്യഭൂമി ആയതുകൊണ്ട് വൃന്ദാവനം വളരെ ധന്യമാണ് എന്നർത്ഥം. അപ്പൊ വൃന്ദാവനത്തിൽ എത്തിയത് കൊണ്ടാണ് ഭക്തിക്ക് യൗവനം വീണ്ടും കിട്ടിയത്, എല്ലാം തിരിച്ചു കിട്ടിയത്. പക്ഷേ മക്കൾക്കോ ഇമൗ അത്ര, ഇവർക്കാകട്ടെ ഗ്രാഹക അഭാവാത്, ഗ്രാഹകന്മാർ സ്വീകരിക്കാനുള്ള ആളുകൾ അവരില്ലാത്തത് കൊണ്ട്, അഭാവാത് ഗ്രാഹകന്മാർ ഇല്ലാത്തത് കൊണ്ട്, ജരാമപി മുഞ്ചത, ജരാനരകൾ അവർക്ക് പോയില്ല, അവർക്ക് അവരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടില്ല, അവരിൽ നിന്ന് ജര അവർക്ക് അത് വിട്ടുപോയില്ല. അവർക്ക് യൗവനം തിരിച്ചു കിട്ടാത്തതിന് കാരണം അവരെ സ്വീകരിക്കാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഭക്തിയെ സ്വീകരിക്കാൻ ആളുണ്ടായത് കൊണ്ട് ഭക്തിക്ക് യൗവനവും ഒക്കെ തിരിച്ചു കിട്ടിയെങ്കിലും ജരാനരകൾ, ഈ ജ്ഞാന വൈരാഗ്യങ്ങൾക്ക്, ഭക്തിയുടെ മക്കൾക്ക് നഷ്ടമായില്ല, അവർക്ക് ഇല്ലാതെയായില്ല. കാരണം അവരെ സ്വീകരിക്കാൻ ആരും ഇല്ലായിരുന്നു എന്ന്. കിഞ്ചിത് ആത്മസുഖേന ഇഹ, പക്ഷേ എന്നിരുന്നാലും ശരി, ഇവിടെ കിഞ്ചിത് ആത്മസുഖേന ഇഹ, ഇവിടെ വന്നത് കൊണ്ടുണ്ടായ ആത്മസുഖം കൊണ്ട്, ശാരീരികമായ സുഖം ഇവിടെ വന്നതുകൊണ്ട്, അവർക്ക് കുറച്ച് കിട്ടിയത് കൊണ്ട്, പ്രസുപ്തി ഹി മന്യത അനയോഹോ, ഇവരിപ്പോ അനയോഹോ പ്രസുപ്തി, ഇപ്പൊ അവര് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ അങ്ങനെ ഉറങ്ങട്ടെ, ഇപ്പോൾ അവർ ഉറങ്ങട്ടെ. അതിനുശേഷം അവരുടെ ഈ ദുഃഖത്തിന്, അവർക്ക് വന്നിട്ടുള്ള ഈ ജീർണതയ്ക്ക്, ഈ ജരാനരകൾക്ക് പരിഹാരം നമുക്ക് അന്വേഷിക്കാം എന്നുള്ള നിലയ്ക്കാണ് നാരദ മഹർഷി പറഞ്ഞ് നിർത്തിയത്. ഇനി തുടർന്ന് ഭക്തിയുടെ ചോദ്യമാണ്, ഈ ദുഃഖത്തിന് പരിഹാരം എങ്ങനെയാണ്, അതുപോലെ എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു ദശ വന്നു ചേർന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഭക്തിദേവി ചോദിക്കുന്നതും ഉത്തരവായിട്ടാണ് കഥ പുരോഗമിച്ചു വരുന്നത്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അതൊക്കെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യങ്ങൾ. സൂം ക്ലാസ്സിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കണ്ടായി എങ്ങനെയാണ്. ഇപ്പൊ 2 തരത്തിലാണല്ലോ ക്ലാസ്സിന്റെ പ്രകാരം. ഒന്ന് യൂട്യൂബിൽ ഈ എടുക്കുന്ന വീഡിയോയും സൂം ക്ലാസ്സിന്റെ ഭാഗങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകാം. ഇപ്പോൾ യൂട്യൂബിൽ ഫോളോ ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിലായിട്ട് ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൂം ക്ലാസ്സിന്റെ അപ്ഡേഷൻ വരും, എപ്പോഴാണ് ക്ലാസ് ഉള്ളതെന്ന്. ഒരു കൃത്യം ഡേറ്റ് തീരുമാനിച്ചിട്ടല്ല, ആഴ്ചയിൽ ഒരു ദിവസമോ അല്ല, അങ്ങനെ ഫിക്സഡ് ഒന്നുമല്ല. നമ്മുടെ പ്രോഗ്രാമുകളുടെ ഇടയിൽ ഒരു സമയം കണ്ടിട്ട് ക്ലാസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ അത് നേരത്തെ 2-3 ദിവസം മുമ്പേ ഗ്രൂപ്പിലിടും.
ഇന്ന ദിവസമാണ് ക്ലാസ് എന്നുള്ളത്. അപ്പോൾ അത് ആ സൂം ലിങ്കിൽ കയറിയിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാം. ക്ലാസ്സിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്നിച്ച് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിലും ക്ലാസ് മെല്ലെ മെല്ലെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ചർച്ച പോലെ, പലരും ഭാഗവതം പഠിക്കുന്നവരുണ്ട്, ഗൗരവമായിട്ട് പഠിക്കുന്നവരുണ്ട്, പല സ്ഥലത്തുനിന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അവിടെ ഒരു ചർച്ച പോലെയൊക്കെ ആയിട്ട് വരണമെന്നും ക്രമേണ ഈ സൂം ഗ്രൂപ്പിൽ പഠിച്ച് വരുന്ന ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് നമുക്ക് മെല്ലെ 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 ഒരു സ്വാധ്യായം, ഭാഗവത സ്വാധ്യായം ഒരു സത്സംഗം പോലെയോ അല്ലെങ്കിൽ ഒരു സപ്താഹം പോലെയൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങാറാവണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൗരവമായിട്ട് പഠിക്കണം എന്ന്, സംശയങ്ങളൊക്കെ ചോദിക്കണമെന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ശ്ലോകം അർത്ഥം വ്യാഖ്യാനങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഈ സൂം ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഷ്വലായിട്ട് നമുക്ക് കേട്ട് പഠിക്കാം, സൗകര്യമായിട്ടിരുന്ന് കേൾക്കാമെന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബിലുള്ളത്. അപ്പോൾ രണ്ടും കുറച്ചും കൂടി ഗൗരവത്തിൽ പഠിക്കാനുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് സൂം ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോവുകയാണ്. സൂം ക്ലാസ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക. അത് മാത്രമല്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചൊല്ലിയിട്ട് ഇടുന്നതിൻ്റെ തിരുത്തലുകളും ആൾക്കാർ ചൊല്ലിയിട്ട് ഇട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ. അതിനെയൊക്കെ ഓരോ ശ്ലോകവും കേട്ട് അതിലുള്ള തെറ്റുകൾ തിരുത്താനും അങ്ങനെയൊക്കെ ആയിട്ട് ആണ് ഗൗരവത്തിൽ പഠിക്കണവരെ ഉദ്ദേശിച്ചിട്ടാണ് ആ ഗ്രൂപ്പ് ഉള്ളത്. മറ്റത് യൂട്യൂബിൽ തന്നെ എല്ലാവർക്കും കിട്ടുമല്ലോ. പിന്നെ മറ്റൊരു വിഷയം കൂടി ഉള്ളത്, നമ്മുടെ വരാൻ പോകുന്ന ചില പരിപാടികൾ, അവിടെ ഇവിടെയൊക്കെ വരുന്ന നമ്മുടെ യാത്രകൾ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾ, ഇങ്ങനത്തെ കാര്യങ്ങളും ഈ യൂട്യൂബിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. അപ്പോൾ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ആ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. യൂട്യൂബിൽ വീഡിയോകളൊക്കെ വരികയും ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അധ്യാത്മപഥത്തിൻ്റെ ഈ ആഴ്ചയിലെ ഈ ഭാഗം നമുക്ക് ഇവിടെ നിർത്താം. ഇനി ബാക്കിയുള്ളത് വരുന്ന ആഴ്ചകളായിട്ട് നമുക്ക് കേൾക്കാം.